യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ വചനം നമുക്ക് കേൾക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. അതേ, അബ്രഹാമും സാറായിയും തങ്ങൾക്കുണ്ടായതായ മകന് ഇസഹാക്ക് എന്ന് പേരിട്ടു എന്ന് നമുക്ക് ചിന്തിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചു. അതേ, നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും ദുഃഖങ്ങളാണ്, കഷ്ടതകളാണ്, നിരാശകളാണ്. പക്ഷേ അതിന് നടുവിൽ നമുക്ക് ചിരിയുളവാകുവാൻ, സന്തോഷമുളവാകുവാൻ കഴിയുന്ന ഒരേ ഒന്ന് മാത്രമേ ഉള്ളൂ. അത് ദൈവത്തിൽ നിന്നും കേൾക്കുന്നതായ ദൈവവചനം, അവൻ്റെ വാഗ്ദത്തങ്ങളാണെന്ന് നമുക്ക് കഴിഞ്ഞ ദിവസം തന്നെ ചിന്തിപ്പാൻ കഴിഞ്ഞല്ലോ. പക്ഷേ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് അതിൻ്റെ 4-ാമത്തെ വാക്യമാണ്. ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചിരുന്നത് പോലെ അവൻ തൻ്റെ മകനായ ഇസ്ഹാക്കിന് 8-ാം ദിവസം പരിച്ഛേദന കഴിച്ചു. തൻ്റെ മകനായ ഇസ്ഹാക്ക് ജനിച്ചപ്പോൾ അബ്രഹാമിന് 100 വയസ്സായിരുന്നു. ഈ 100 വയസ്സ് പ്രായമുള്ളവനായ അബ്രഹാം തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറവിയുള്ള ഒരു വ്യക്തിയായിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം, ദൈവത്തിൽ നിന്നും അവർ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചാൽ എത്രത്തോളം സന്തോഷമുണ്ടാകും. അവർ വളരെയധികം സന്തോഷമുള്ളവരായിരിക്കും. നിങ്ങളും അങ്ങനെയുള്ളവരല്ലേ? ദൈവത്തിൽ നിന്നും പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി ലഭിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം സന്തോഷമുള്ളവരായിരിക്കും. എന്ന് മാത്രമല്ല, പല ആളുകൾക്കുമുള്ള ഒരു പ്രവണത, ദൈവത്തിൽ നിന്നും അവർക്ക് മറുപടി ലഭിച്ച് കഴിഞ്ഞ ശേഷം പിന്നീട് അവർക്ക് ദൈവമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. കാരണം അവർ ചിന്തിക്കുന്നു, യെസ്, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു, ഇനി എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ മാത്രം ഞാൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലാം. ചില ആളുകൾ അവരുടെ സഭയിലുള്ള പ്രാർത്ഥനകളിലൊക്കെ സംബന്ധിക്കുന്നത് പ്രത്യേക ഒരു ആവശ്യമോ പ്രത്യേക ഒരു പ്രശ്നമോ ഉള്ളപ്പോഴായിരിക്കും. പക്ഷേ എല്ലാ കാര്യങ്ങളും സോൾവ് ആണെങ്കിൽ, എല്ലാ കാര്യങ്ങളും സമാധാനപരമായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സമയമില്ല. അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ സമയത്ത് നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ഇങ്ങനെയുള്ള മനോഭാവങ്ങളെല്ലാം തന്നെ മാറേണ്ടതായ ദിവസങ്ങളാണിത്. കാരണം ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്ന് പറയുന്നത് കേവലം നമ്മളുടെ ഒരു പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മറുപടി കൊണ്ട് തീരുന്നതല്ല. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഇസ്ഹാക്ക് ജനിച്ചതുകൊണ്ട് തീരുന്ന ഒരു കാര്യമല്ല ദൈവത്തിൻ്റെ തങ്ങളുടെ ജീവിതത്തിലുള്ള ആ വാഗ്ദത്തങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും അവർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മറുപടിയിൽ തീരുന്നതല്ല ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ. മറിച്ച് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അവർ ഈ ലോകത്ത് ഉള്ളിടത്തോളം കാലം അല്ല, നിത്യതയിലും ആ വാഗ്ദത്തങ്ങൾ എന്നേക്കും നിലനിൽക്കുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്ന ഒരാൾ എന്ത് ചെയ്യുമെന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കാൻ ഇടയായിത്തീരുന്നത്. വാസ്തവത്തിൽ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാമിന് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു റിലേഷൻ വിത്ത് ഹിസ് ഗാഡ്, തൻ്റെ ദൈവത്തോടുള്ള ബന്ധം. ആ ബന്ധത്തിൽ അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടികളുണ്ട്. ഇന്ന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവവചനത്തിൽ ധാരാളം നിയമങ്ങളുണ്ടെങ്കിലും നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ടാകുന്ന ചില ഉടമ്പടികളുണ്ട്. അത് ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നില്ലായിരിക്കാം, പക്ഷെ നമ്മൾ ഓരോരുത്തരും അത് ഓർക്കേണ്ടത് വളരെ ആവശ്യമാണ്. പലപ്പോഴും പ്രാർത്ഥനാ വേളകളിലൊക്കെ ചില ആളുകൾ സമർപ്പണങ്ങൾ എടുക്കാറില്ലേ? ദൈവമേ, നീ ഇത് ചെയ്താൽ ഞാൻ ഇന്ന കാര്യം ചെയ്യാം എന്നൊക്കെ പറയാറില്ലേ? പലപ്പോഴും പ്രാർത്ഥനാ വിഷയങ്ങളിൽ ദൈവം മറുപടി തന്നു കഴിയുമ്പോൾ നമ്മൾ ആ കാര്യമെല്ലാം മറക്കും. പക്ഷെ അബ്രഹാം അങ്ങനെ മറന്നതായ ഒരു വ്യക്തിയായിരുന്നില്ല. എന്തായിരുന്നു അബ്രഹാം ചെയ്തത്? നോക്കൂ, ഈ മകൻ ജനിച്ചതിന് ശേഷം 8-ാം ദിവസം കടന്നു വന്നപ്പോൾ അബ്രഹാം ചെയ്തതായ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. നോക്കൂ, ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചിരുന്നതുപോലെ തൻ്റെ മകനായ ഇസ്ഹാക്കിന് 8-ാം ദിവസം പരിച്ഛേദന കഴിച്ചു. അങ്ങനെയാണെങ്കിൽ പരിച്ഛേദന കഴിച്ചു എന്നുള്ളത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് ഏതാനും നാളുകൾക്ക് മുമ്പ് നിങ്ങളോട് സവിസ്തരമായി സംസാരിച്ചിരുന്നു. അന്ന് ഞാൻ വായിച്ചിരുന്നതായ ഒരു വേദഭാഗം ഇന്ന് നിങ്ങളോട് വീണ്ടും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളാണ്. എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യയുള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എൻ്റെ നിയമം ആവിത്. നോക്കൂ, എത്ര പ്രാധാന്യത്തോടെ പറയുന്നത്, എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യയുള്ളതും. അപ്പോൾ അബ്രഹാം ആ ദൈവവചനത്തിന് പൂർണ്ണമായിട്ടും ശ്രദ്ധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേവലം അബ്രഹാമും ദൈവം തമ്മിലുള്ള കാര്യം മാത്രമല്ല, ദൈവം പറയുന്നു, നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യയുള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എൻ്റെ നിയമം ആവിത്. അതായത് ദൈവത്തോടുള്ള ബന്ധത്തിൽ
ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവം അബ്രഹാമിനോട് ചെയ്തതായ നിയമം അഥവാ ഉടമ്പടി, അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ദൈവം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചതെങ്കിൽ, അതെ, നമ്മുടെ ജീവിതത്തിലും ദൈവം പ്രവർത്തിക്കുന്നത് ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പലപ്പോഴും ആളുകൾക്ക് അറിയത്തില്ല എന്തായിരുന്നു ദൈവം തങ്ങളോട് ചെയ്തതായ നിയമം എന്നുള്ളത്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാമോ നിങ്ങളോടുള്ള ദൈവത്തിന് നിയമം എന്താണെന്നുള്ളത്? നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തെ രണ്ടായിട്ടാണല്ലോ തിരിച്ചിരിക്കുന്നത്. ഒന്ന് പഴയ നിയമം, രണ്ടാമത് പുതിയ നിയമം. പഴയ നിയമം എന്ന് പറയുന്നത് അതേ മോശെ മുഖാന്തരം ദൈവം കൊടുത്തതായ ന്യായപ്രമാണം, ആ നിയമവും, അതേപോലെ തന്നെ അബ്രഹാമിലൂടെ ദൈവം ചെയ്തതായ ആ ഉടമ്പടി, അത് രണ്ടും ഇസ്രയേലിൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അതുകൊണ്ട് ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ദൈവം ആ കാലങ്ങളിലുള്ള ആളുകളോട് ഇടപെട്ടിരുന്നെന്ന് നമുക്ക് വ്യക്തമായി പഠിക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് യേശുക്രിസ്തു കടന്നു വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? അതേ അബ്രഹാമിൻ്റെ പരിച്ഛേദനയാകട്ടെ, അതേ മോശെ മുഖാന്തരം ദൈവം കൊടുത്തതായ ന്യായപ്രമാണമാകട്ടെ, അതിനെ ഒരു പുതിയ വേർഷനിലേക്ക്, ഒരു പുതിയ പതിപ്പിലേക്ക് കർത്താവ് യേശുക്രിസ്തു കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ ന്യായപ്രമാണം നീക്കുവാനല്ല, അതിനെ നിവർത്തിക്കുവാൻ അത്രേ വന്നത്. അതായത് ന്യായപ്രമാണമാകട്ടെ, അബ്രഹാമിനോടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടിയാകട്ടെ, അതെല്ലാം തന്നെ ക്രിസ്തുവിലൂടെ ദൈവം നമ്മളോട് ചെയ്യാൻ പോകുന്നതായ ഉടമ്പടിക്കും, അതേപോലെ തന്നെ ദൈവം സ്ഥാപിക്കുന്നതായ പുതിയ നിയമത്തിനും നിഴലായിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അതൊന്നും ദൈവം നീക്കിയിട്ടില്ല, മറിച്ച് അതിനെ ഒരു പുതിയ തലത്തിലേക്ക് ദൈവം നമുക്ക് കൊണ്ടുവന്ന് നമ്മളതിനെ വിളിക്കുന്ന പേരാണ് പുതിയ നിയമം. പുതിയ നിയമം. അതുകൊണ്ട് ഈ പുതിയ നിയമ ഉടമ്പടിയിൽ എന്താണ് സംഭവിക്കുന്നത്? നോക്കൂ, അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവത്തോട് ചെയ്തായ ഉടമ്പടി, ആ ഉടമ്പടിയിൽ പറയുന്ന ഒരു കാര്യം ഇതായിരുന്നല്ലോ, നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം, നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം, അത് എനിക്കും നിങ്ങൾക്കും മധ്യേയുള്ള നിയമത്തിന്റെ അടയാളമാകും. തലമുറ തലമുറയായി നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും 8 ദിവസം പ്രായമാകുമ്പോൾ പരിച്ഛേദന ഏൽക്കണം. വീട്ടു ജനിച്ച ദാസനായാലും നിന്റെ സന്തതി അല്ലാത്തവനായ അന്യനോട് വിലയ്ക്ക് വാങ്ങിയവനായാലും ശരി, പരിച്ഛേദന ഏൽക്കണം. അപ്പോൾ പരിച്ഛേദന എന്ന് പറയുന്നത് ഒരു അടയാളമാണ്. അതെ, അഗ്രചർമ്മം മുറിക്കുന്നത് ഒരു അടയാളമായി ദൈവം സ്ഥാപിച്ചു. ആ അടയാളം എന്ന് പറയുന്നത് ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയുടെ അടയാളമാണ്. എന്നാൽ നമ്മൾ നേരത്തെ തന്നെ ഈ ഭാഗം ചിന്തിക്കുമ്പോൾ ഞാൻ ഒരു വളരെ പ്രധാനപ്പെട്ട വാക്യം പുതിയ നിയമത്തിൽ നിന്നും കൊലോസ് ലേഖനം 2-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ നിന്നും ചൂണ്ടിക്കാണിച്ചിരുന്നു. അബ്രഹാമിന്റെ പരിച്ഛേദന ക്രിസ്തുവിന്റെ പരിച്ഛേദനയ്ക്ക് വഴിമാറി എന്ന് സൂചിപ്പിക്കുന്ന വാക്യമാണ് കൊലോസ് ലേഖനം 2-ാം അധ്യായം 11-12 വാക്യങ്ങൾ. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈക്കൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടി അടക്കപ്പെടുകയും അവനെ മനുഷ്യരുടെയിൽ നിന്ന് ഉയർത്തു നിൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തു നിൽക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് കാണിക്കുന്നത് ക്രിസ്തുവിന്റെ പരിച്ഛേദന എന്നുള്ളതായ ഒരു പുതിയ അടയാളം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന്റെ പരിച്ഛേദന എന്താണ്? ഇവിടെ പറയുന്നുണ്ട്, ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ. ജഡശരീരം എന്ന് പറയുന്നത് അതേ നമ്മളുടെ പഴയ മനുഷ്യനെ അതേ കൽവരി ക്രൂശിൽ വെച്ച് ക്രിസ്തുവിന്റെ ശരീരം നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട് അതേ അതിനെ അടക്കിയതുപോലെ നമ്മുടെ പഴയ ശരീരത്തെ അടക്കുന്നതായ ആ ഒരു പ്രവൃത്തി, അതായത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ കണ്ടാലും സർവവും പുതുതായിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു പുതുജനന അനുഭവം ഉണ്ടാകണം. പക്ഷെ അതിനു മുമ്പായിട്ട് നമ്മൾ ക്രിസ്തുവിന്റെ പരിച്ഛേദനയിലേക്ക് കടന്നു വരണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആ പരിച്ഛേദന എന്ന് പറയുന്നത് ഒരു ആത്മീയമായ പരിച്ഛേദനയാണ്. അബ്രഹാം തൻ്റെ മകന് ചെയ്തതാണെങ്കിലും അതെല്ലാം തന്നെ ഒരു ഫിസിക്കൽ സർക്കംസിഷൻ ആയിരുന്നു. എന്നാൽ നമ്മളോട് ദൈവം പറയുന്നത് ഒരു സ്പിരിച്വൽ സർക്കംസിഷൻ ആണ്, ഒരു ആത്മീക പരിച്ഛേദനയാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അങ്ങനെ നമ്മൾ ദൈവമക്കളായി തീരുമ്പോൾ അതേ നമ്മൾ ചെയ്യുന്നതായ ഒരു അടയാളമുണ്ട്. ആ അടയാളമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ സ്നാനം എന്ന് പറയുന്നതായ ആ ഒരു അടയാളം. സ്നാനത്തിൽ എന്ത് ചെയ്യുന്നെന്ന് അപ്പോസ്തലൻ പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നുണ്ട്. നമ്മൾ സ്നാനത്തിലൂടെ ക്രിസ്തുവിന്റെ മരണത്തോടും അവന്റെ അടക്കത്തോടും പുനരുത്ഥാനത്തോടും കൂടെ ഏകീഭവിക്കുന്നു. ഒരു അടയാളമായി നമ്മൾ ചെയ്യുന്നു. നോക്കൂ, ഇത് തലമുറയായി നമ്മൾ ചെയ്യേണ്ടതായ ഒരു ഉടമ്പടിയുടെ അടയാളമാണ്. ഒരുവൻ കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിച്ചെങ്കിൽ ആ വ്യക്തി നിർബന്ധമായിട്ടും അതേ ഈ അടയാളം അവൻ്റെ ശരീരത്തിൽ പേറേണ്ടത് വളരെ ആവശ്യമാണ്. ഏതടയാളം?
അതെ, സ്നാനം എന്നുള്ളതായ ആ അടയാളം നമ്മൾ പേറേണ്ടത് വളരെ ആവശ്യമാണ്. അതിലൂടെ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? അതിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നു, അതെ, ഞാൻ ദൈവമായിട്ടുള്ള ഉടമ്പടിയിൽ ജീവിക്കുന്ന വ്യക്തിയാണെന്ന് പ്രഖ്യാപിക്കുന്നു. എന്നെ കേൾക്കുന്നവരായ പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് അബ്രഹാം പരിച്ഛേദനയ്ക്ക് പ്രാധാന്യം കൊടുത്തു? എന്തുകൊണ്ട് അബ്രഹാം അത് മറന്നുപോയില്ല? ഇസ്ഹാക്ക് ജനിച്ചപ്പോൾ ദൈവത്തോടുള്ള ഉടമ്പടിയെല്ലാം അവസാനിച്ചോ? ഇല്ല. മറിച്ച് അബ്രഹാമിനറിയാം, ഇതൊരു തുടക്കം മാത്രമാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തം അതേ ഇസ്ഹാക്കിലൂടെ മുന്നോട്ട് വരുന്ന സന്തതിയിലേക്ക് കടന്നു വരേണ്ടതാണ്. പക്ഷേ ദൈവത്തോടുള്ള വിശ്വസ്തതയ്ക്ക് ഒരു നാളും ഒരു കുറവും ഉണ്ടാകരുതെന്ന് അബ്രഹാം ശഠിച്ചിരുന്നു. ഇന്ന് നമ്മളുടെ ജീവിതത്തിലും നമ്മൾ പരിശോധിക്കണം, ദൈവത്തോടുള്ള ബന്ധം നിങ്ങൾക്ക് എങ്ങനെയാണ്? അതോ കേവലം നിങ്ങളുടെ ഭൗതികമായ കാര്യങ്ങളെ നിറവേറ്റിത്തരാൻ ഇരിക്കുന്ന ഒരു ശക്തി എന്ന് മാത്രമാണോ നിങ്ങൾ ദൈവത്തെ കാണുന്നത്? ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഭൗതികമായ വിഷയങ്ങളെക്കാളും നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങളെക്കാളും അധികമായി ദൈവത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ ദൈവമായിട്ട് ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് കടന്നു വരണം. ആ ഉടമ്പടി ബന്ധമെന്ന് പറയുന്നത് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു എന്ന് മാത്രമല്ല, അവൻ്റെ മരണം അടക്കം പുനരുത്ഥാനത്തോടെ ഏകീഭവിച്ച് ജീവൻ്റെ പുതുക്കത്തിൽ നമ്മൾ ജീവിക്കണമെന്നുള്ളതാണ് ആ ഉടമ്പടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിലേക്ക് വരുവാൻ ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ്. എനിക്കറിയാം, ഇത് അല്പം പ്രയാസമുള്ള ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് പുതുതായിട്ട് ദൈവത്തിലേക്ക് വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് കൂടുതൽ വിശദീകരണങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഇന്ന് നമുക്ക് നമ്മൾ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ അനുഗ്രഹങ്ങൾ കടന്നു വന്നാലും, ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് എത്രത്തോളം മറുപടി ലഭിച്ചാലും, കർത്താവേ, ദൈവത്തോടുള്ള വിശ്വസ്തതയും ദൈവത്തോടുള്ള ഉടമ്പടിയും ഞങ്ങൾ മറന്നുപോകാതെ ഞങ്ങൾ അതെല്ലാം പാലിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. വാഗ്ദത്തം ഇസ്ഹാക്കിനോടുകൂടെ തീരുന്നതല്ല. വാഗ്ദത്തം ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മറുപടി കൊണ്ട് തീരുന്നതല്ല. വാഗ്ദത്തം എന്നേക്കുമുള്ളതാണെന്ന് മനസ്സിലാക്കി ദൈവത്തോടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കാം. അതുകൂടാതെ ആത്മീയമായി കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.